താങ്ക് യു അച്ചോ. നമുക്കൊരു നിമിഷം കൂടി കണ്ണടച്ച് ഈ ദിവ്യകാരുണ്യ ദാതാവായ ദൈവം എവിടെയാണ്? അങ്ങ് ആകാശത്തിന് മുകളിലോ ലോകം മുഴുവനിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും അതിനേക്കാൾ ഏറ്റവും ശക്തമായിട്ട് തൻ്റെ മക്കളുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആ ദിവ്യകാരുണ്യ സാന്നിധ്യം, ആ ത്രിത്വൈക ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ രണ്ട് കരങ്ങളും കൊണ്ടൊന്ന് കെട്ടിപ്പിടിച്ചുകൊണ്ട് എൻ്റെ അപ്പച്ച, എല്ലാവരും ആ വാത്സല്യം അനുഭവിച്ചുകൊണ്ട് ഈ ദൈവപിതാവ് ആ കരുണാസാഗരം, ആ കരുണാകടൽ, ആ കരുണക്കട്ട മനുഷ്യനായി അവതരിച്ചു. മനുഷ്യരുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് മനുഷ്യരുടെ പ്രവഹിക്കുന്നതിന് വേണ്ടി ഇതാ ദാഹിക്കുന്നു. ഹൃദയത്തിൽ ആ ദാഹം ഉൾക്കൊള്ളുക. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിൽ വസിക്കുന്ന പിതാവായ ദൈവമേ, എന്നിൽ വസിക്കുന്ന കരുണാനിധിയായ യേശുവേ, എൻ്റെ ഹൃദയം അങ്ങയുടെ കരുണയാൽ ജ്വലിക്കണമേ. എന്നിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് അങ്ങയുടെ കരുണാർദ്രമായ സ്നേഹാഗ്നി ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എനിക്ക് അറിഞ്ഞുകൂടാ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആത്മാവ് തന്നെ പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ, എന്നിൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവേ, പുത്രനുള്ളതെല്ലാം എനിക്കുള്ളതാണ്, പിതാവിനുള്ളതെല്ലാം പുത്രനുള്ളതാണ് എന്നരുളി ചെയ്ത യേശുവേ, എന്റെ ആത്മാവിലേക്ക് വെള്ളച്ചാട്ടം പോലെ അവിടുത്തെ കരുണ ഒഴുക്കണമേ, അവിടുത്തെ കരുണ ഒഴുക്കണമേ. സ്വതന്ത്രമായി സ്തുതിച്ചുകൊണ്ട്, ഭാഷാപരത്തിൽ സ്തുതിച്ചുകൊണ്ട് Praise the Lord. നമുക്കിരിക്കാം. എല്ലാവരും സന്തോഷമാണോ? നിങ്ങൾ 3-4 ദിവസമായിട്ട് കരുണയെക്കുറിച്ച് ധ്യാനിക്കുകയും കരുണയെക്കുറിച്ച് കേൾക്കുകയും പഠിക്കുകയും കരുണ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കാരുണ്യ പ്രവർത്തന മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണ് ഒരുപാട് പേര്. എക്കോ കുറയ്ക്കാം. കരുണയുടെ വർഷമായിട്ട് ഈ വർഷം മുഴുവനും നമ്മൾ ഇതാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ ഇത്രയും കേട്ടിട്ടും കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഒന്ന് ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച്, നമുക്ക് മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. നല്ല ഉറപ്പുള്ളവരൊന്ന് കൈപൊക്കി. ഓക്കെ, നിങ്ങൾ നുണയാ പറയണേ. കുറെ പേര് കൈ പൊക്കില്ല, അവര് സത്യ പറയണേ. ഈ കരുണ കാണിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ
സഭയെമ്പാടും കരുണയെക്കുറിച്ച് പറയുന്നുണ്ട്. എല്ലാവരും കാരുണ്യ പ്രവർത്തനം ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ്. പക്ഷെ ഈ കാരുണ്യ പ്രവർത്തനം എന്തുദ്ദേശത്തിലാണ് ചെയ്യണേ? ഈ പാവപ്പെട്ട ആൾക്കാർക്കൊക്കെ ഇച്ചിരി കഞ്ഞിയും ചോറൊക്കെ മേടിച്ച് കൊടുക്കുക, കഷ്ടപ്പാടിൽ ജീവിക്കണവരൊക്കെ വീട്ടിലെടുത്തുകൊണ്ട് വരിക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈശോ സുവിശേഷ ഭാഗ്യങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ രഹസ്യം ഇതാണ്: കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ കരുണ ഉണ്ടെങ്കിൽ പിന്നെ ലഭിക്കേണ്ട ആവശ്യം എന്താ? ആ സുവിശേഷ ഭാഗ്യത്തിന്റെ അർത്ഥം എന്താ? കരുണ ഉള്ളവർ. ഒന്നെല്ലാവരും ഏറ്റു പറഞ്ഞേ, കരുണ ഉള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. നമ്മൾ കുറച്ച് ദിവസം മുമ്പൊക്കെ അല്ലെങ്കിൽ ഒരുപാട് പ്രാവശ്യം ധ്യാനിക്കുന്നൊരു വിഷയമാണ് ധനവാൻ ലാസറിനോട് കരുണ കാണിച്ചില്ല, അതുകൊണ്ട് ധനവാൻ നരകത്തിൽ പോയി, ലാസർ സ്വർഗത്തിൽ പോയി. എന്തുകൊണ്ട് ധനവാൻ കരുണ കാണിക്കാൻ പറ്റിയില്ല? എന്തുകൊണ്ട് കരുണ കാണിക്കാൻ പറ്റിയില്ല? കരുണ നമ്മൾ ചിന്തിക്കണം, അയാൾക്ക് ഇത്രയും പൈസ ഉണ്ടായിരുന്നു, അയാൾ കുറച്ച് പൈസ കൊടുക്കേണ്ടതായിരുന്നില്ലേ, അയാൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതായിരുന്നില്ലേ? അതൊന്നുമല്ല അവിടുത്തെ വിഷയം. ഈ കരുണയുടെ മൂർത്തി ആയ, കരുണ മാത്രം തന്നെയായ കർത്താവ് ഈശോ മിശിഹ ഒരാളിൽ വന്ന് വസിക്കുമ്പോഴേ അവന് കരുണ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് കരുണ ഉള്ളവൻ എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നമ്മൾ കുറേ പ്രവർത്തനങ്ങൾ ചെയ്യണു. വാസ്തവത്തിൽ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇങ്ങനെയൊക്കെ സംയോജനം ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരുപാട് മുഖപുരമൊന്നും വെക്കാണ്ട് നേരെ ഞാനങ്ങ് നീങ്ങാൻ. 1 മണിക്കൂറേ നമുക്ക് സമയമുള്ളൂ. ഇന്ന് വാസ്തവത്തിൽ ഭാരതം മുഴുവനും മറ്റുള്ളവരുടെ കത്തോലിക്ക സഭയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, കത്തോലിക്ക സഭ എന്ന് പറഞ്ഞാൽ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. എല്ലാവർക്കും ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തി, സ്കൂൾ നടത്തണു, അനാഥശാല നടത്തണു. സിസ്റ്റർമാരെല്ലാം ഒരുപാട് കരുണ ചെയ്യുന്നവരാണ്. ഇതായിരുന്നോ കർത്താവ് ഈശോ മിശിഹ ഉദ്ദേശിച്ചിരുന്ന കരുണ? ഈ പ്രവർത്തനങ്ങളെല്ലാം വേണം വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിൻ്റെ ഉള്ളിലൂടെ എന്തൊഴുകണം? ഇതിൻ്റെ ഉള്ളിലൂടെ ആരൊഴുകണം? ക്രിസ്തു പ്രവഹിക്കണം. കരുണ എന്നത് പുതിയ കാര്യമൊന്നുമല്ല. കർത്താവ് തന്നെയാണ്, പിതാവായ ദൈവമാണ് കരുണയുടെ അദൃശ്യമായ ആ കരുണയുടെ ഏറ്റവും വലിയ അവസ്ഥ. ആ കരുണാ സമ്പന്നനായ പിതാവ് മനുഷ്യനായി അവതരിച്ചപ്പോഴാണ് കരുണ മനുഷ്യരിലേക്ക് പ്രാവർത്തികമാകാൻ സാധിക്കുന്ന രീതിയിൽ ഒഴുകാൻ തുടങ്ങിയത്. മത്തായിയുടെ വീട്ടിൽ ഈശോ ചെന്നു. മത്തായിയെ അന്നുള്ള യഹൂദരും ഫരിസേയ പ്രമാണികളും നിയമജ്ഞരും എല്ലാം ഒരു പാപിയായിട്ടും അവന്റെ ഭവനത്തിൽ പോകാതെ അവനെ സമൂഹത്തിൽ നിന്നും തിരസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അവരുടെ നിയമപ്രകാരം അങ്ങനെയുള്ളവരുടെ വീട്ടിൽ പോകാൻ പോലും പാടില്ല, മഹാപാപിയാണ്. എന്നാൽ ഇതൊക്കെ ഒരുപക്ഷെ നിങ്ങൾ കുറെ കേട്ടിട്ടുണ്ടാവും. ഈ മത്തായി ഈ കാലഘട്ടത്തിൽ വലിയൊരു കഥാപാത്രമാണ്. പോപ്പ് ഫ്രാൻസിസ് എപ്പോഴും പറയുന്നതാണ് മത്തായിയെ കുറിച്ച്. എന്നാൽ മത്തായിയുടെ വീട്ടിൽ ചെന്നപ്പോൾ കർത്താവ് ഈശോ മിശിഹ മത്തായിയുടെ പഴയ കാര്യങ്ങൾ വല്ലതും പറഞ്ഞു. മത്തായി എത്ര പാപം ചെയ്തു നോക്കിയോ? മത്തായി എന്തെല്ലാം തെറ്റ് ചെയ്തെന്ന് നോക്കിയോ? മത്തായിയുടെ
പാപത്തിൽ നോക്കിയേയില്ല. പോപ്പ് ഫ്രാൻസിസ് 2 മാസം മുമ്പ് നൽകിയൊരു പ്രബോധനം ഇതായിരുന്നു: മത്തായിയുടെ പാപത്തെ നോക്കിയേയില്ല, മറിച്ച് മത്തായിയിൽ കരുണാസാഗരമായ യേശുവിന്റെ കണ്ണുകൾ എന്താണ് കണ്ടത്? എന്താ കണ്ടത് മത്തായി? പറയും. ആരെങ്കിലും ഒന്ന് പറ്റാണെങ്കിൽ ഉച്ചത്തിലൊന്ന് കൂടി വിളിച്ച് പറഞ്ഞേ, മത്തായിയിൽ എന്ത് കണ്ടു? കൃത്യ ഉത്തരം ഇതുവരെ വന്നില്ല. മത്തായിയിൽ കണ്ടത് കർത്താവിൻ്റെ അരുമയായ ഒരു അപ്പസ്തോലനെയും 4 സുവിശേഷകരിൽ ഒരാളെയാണ്. നമ്മൾ സിസ്റ്റർമാർ ഒരുപാട് പേരുണ്ട്. ഏതെങ്കിലും ഒരു സിസ്റ്ററിനെ മഠത്തിൽ ചേർക്കാന്നുണ്ടെങ്കിൽ ഈ മത്തായിയെ പോലെ പാപം ചെയ്യണ സിസ്റ്റർ ആണെങ്കിൽ നിങ്ങൾ മഠത്തിൽ ചേർക്കോ? പറയും. നിങ്ങളുടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ ചേർക്കോ? പറയും. അവൻ മഹാ അപകടമാണ്, അവനെ ശരിക്ക് മനസ്സിലാക്കണം, ആള് മഹാമോശമാണ്, അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റില്ല. ആ സിസ്റ്റർ മഹാമോശമാണ്, അതുകൊണ്ട് നമ്മുടെ ഗ്രൂപ്പിൽ ചേർക്കാൻ പറ്റില്ല. ഗ്രൂപ്പിൽ ചേർന്നവർ തന്നെ ആ സിസ്റ്റർ മഹാപശകാണ് കേട്ടോ, അവരെങ്ങനെയെങ്കിലും പറഞ്ഞു വിടണം. ഇതല്ലേ ഇന്നത്തെ നമ്മുടെ ക്രിസ്തീയ അവസ്ഥ? ആണോ അല്ലയോ? അപ്പൊ എവിടെയാ കരുണ? പറയും. കുറച്ച് പാവങ്ങൾക്ക് ചോറും കഞ്ഞിയും കൊടുത്തതുകൊണ്ടോ, അനാഥാലയത്തിലൊന്നുമില്ലാത്തവർ കുറച്ച് ചെയ്തതുകൊണ്ടോ, വികലാംഗരെ സഹായിച്ചത് കൊണ്ടോ കരുണയുടെ 1% പോലും നമ്മൾ ആവുന്നില്ല. ക്രിസ്തുവിന്റെ കണ്ണിലൂടെ നമുക്ക് കാണാനോ, ക്രിസ്തു പാപിയെ സ്നേഹിച്ച പോലെ പാപികളെയും നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും സ്നേഹിക്കാനോ സാധിക്കുമ്പോഴാണ് കരുണ ഒഴുകുന്നത്. നമ്മളോട് നന്മ ചെയ്ത ആൾക്കാരും ഈ പാവങ്ങൾക്ക് കുറെ കഞ്ഞിയും ചോറും ഭക്ഷണമൊക്കെ കൊടുക്കും, അവര് നമ്മളോട് വല്ല ദൂഷണം ചെയ്തിട്ടുണ്ടോ? അവരെ സ്നേഹിക്കാൻ ആർക്കാ പാടില്ലാത്തത്? അവരെ സ്നേഹിക്കാൻ എല്ലാവർക്കും പറ്റും. ആരെയാ സ്നേഹിക്കാൻ പറ്റാത്തത്? നമ്മളോട് വെറുപ്പും വിദ്വേഷവുമുള്ള ആളോടൊന്നും കരുണ കാണിക്കാൻ പറ്റുമോ? ഒന്ന് നോക്ക്. തിന്മ ചെയ്ത ഒരുത്തനോട് കരുണ കാണിക്കാൻ പറ്റുമെന്ന് നോക്ക്. എന്താണ് കരുണ എന്ന വാക്കിന്റെ അർത്ഥമെന്ന് ഇപ്പൊ ഈ കൺവെൻഷന്റെ അവസാനത്തിൽ ചോദിക്കുന്നത് പ്രസക്തമല്ല, എങ്കിലും ഒന്ന് മനസ്സിലാക്കണം നല്ലതാണ്. എന്താണ് കരുണ? ഒരു സഹോദരി എന്നോട് പറഞ്ഞു, എൻ്റെ ബ്രദറെ, ഞാൻ 3 കരുണ കൊന്ന് രാവിലെ തന്നെ ചെല്ലാറുണ്ട്. ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് കരുണ? അതൊന്നും അറിഞ്ഞൂടാ. കരുണ കൊന്ന് ചെല്ലിയാണ്. അത് കൈവീശി കാണിച്ച് അടുത്തിരിക്കുന്ന ആളുടെ തോളിൽ കരുണയോടെ ഒന്ന് തട്ടിയേ. കാര്യം മനസ്സിലായില്ല എന്തിനാന്ന്? മനസ്സിലായോ? ഓക്കെ. അപ്പോ കരുണ കൊണ്ട് ചെല്ലുന്നവരും, ഞാൻ അവളോട് ചോദിച്ചു, ഈ കരുണ എന്ന് പറയുന്നത്, അവളോട് പറഞ്ഞു, മത്തായി എന്ന പാപിയോടും ബൈബിളിൽ നിരവധി പാപിനികളോടും ഈശോ അങ്ങോട്ട് ചെന്നിട്ട് കരുണ കാണിച്ചു. അതായത് പാപിയോടുള്ള സ്നേഹമാണ് കരുണ. പാപിയോടുള്ള സ്നേഹം. അപ്പൊ ആ ചെടുത്തി പറഞ്ഞു, പാപികളൊക്കെ സ്വർഗത്തിൽ കയറുമോ? ഈ കള്ളുകുടിയനും അങ്ങനത്തവനും ഇങ്ങനത്തവനെയൊക്കെ സ്വർഗത്തിൽ കയറ്റാൻ കൊള്ളുമോ? അപ്പൊ പിന്നെ എന്തിനാ ചേർത്തി ഈ കരുണക്കൊന്ത ചെല്ലണേ? അത് നമ്മളുടെ മോന് വിസ കിട്ടാനും, മോളുടെ കല്യാണം നടക്കാനും, സ്ഥലം മേടിക്കാനും, കാറ് മേടിക്കാനും, ആങ്ങളയുടെ മക്കളുടെ കാര്യം നടക്കാനും. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ ഇത്രയും വരെ ആയിട്ടുള്ളൂ. കരുണ എന്ന് പറയുന്നത് കർത്താവീശോ മിശിഹ പാപികളോടുള്ള സ്നേഹമാണ് കരുണ. അതിൻ്റെ ഒരു വകഭേദം മാത്രമാണ് ഈ കരുണ പ്രവൃത്തികൾ. കരുണ എല്ലാവരും പ്രവർത്തിക്കണം, പക്ഷെ ആർക്കും പറ്റുന്നില്ല. എന്തുകൊണ്ട്? പാപികളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല.
ഇന്നലെ പോപ്പ് ഫ്രാൻസിസ് റോമിൽ നടത്തിയ പ്രഭാഷണം ഇതായിരുന്നു: നല്ല കള്ളനെ പോലെ, നല്ല കള്ളന്റെ മനോഭാവം. നല്ല കള്ളൻ എന്ത് ചിന്തിച്ചു? കർത്താവ് കൊണ്ട് പറഞ്ഞു, നീ എന്റെ രാജ്യത്ത് ചെല്ലുമ്പോൾ എന്നെ കൂടി ഓർക്കണേ. എന്തുകൊണ്ടാ? ഈ നല്ല കള്ളൻ ഒരു ക്രിസ്ത്യാനി ആയിരുന്നോ? ഈ നല്ല കള്ളൻ മാമോദിസ സ്വീകരിച്ചവനായിരുന്നോ? അല്ല. എങ്കിലും അവന് ഈ കുരിശിൽ പീഡ സഹിക്കുന്ന കർത്താവ് അവനു കൂടി വേണ്ടിയാണെന്നും അവന്റെ പാപങ്ങൾ ഏറ്റെടുക്കുന്നവനാണെന്നും അവനൊരു സൂചന കിട്ടി. കർത്താവ് ഉടനെ അവനോട് പറഞ്ഞു, ഇന്ന് നീ എൻ്റെ കൂടെ പറുദീസയിലായി. ഈ മനോഭാവമാണ് ക്രിസ്തുവിന്റെ മനോഭാവം. പുതിയ നിയമത്തിൽ മുഴുവനും നമ്മൾ കാണുന്നത്, വീണ്ടും മത്തായിയുടെ ഭവനത്തിൽ ചെന്നപ്പോ ഫരിസേയരും നിയമജ്ഞരും യേശുവിനെയും അപ്പസ്തോലന്മാരെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു, നിങ്ങളുടെ ഗുരു എന്തുകൊണ്ടാണ് ഈ പാപികളോടൊപ്പം ഭവനത്തിൽ പാർക്കുന്നതും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുന്നതും? തുമാരെ, ഹിന്ദിയിലാണ് ഇതെനിക്ക് ഏറ്റവും ആദ്യം ഇതെന്നെ രജിസ്റ്റർ ആയത്. तुम्हारे प्रभु क्यों पापी और नाकेदार के साथ भोजन करते हो? അത് കേട്ടിട്ട് ശിഷ്യന്മാര് സമാധാനം പറഞ്ഞേക്ക് മുമ്പ് യേശു ഇച്ചിരി പുറത്ത് വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി പഠിക്കുകയും. ഒന്ന് എല്ലാവരും പറഞ്ഞേ, ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥമെന്തെന്ന് നിങ്ങൾ പോയി പഠിക്കുക. ഈ ശബ്ദം എനിക്കിവിടെ ഭയങ്കര മുഴക്കമായിട്ടാണ് കേൾക്കണത്. നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾക്ക് ശരിക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഓക്കെ. ഈശോ പറഞ്ഞു, നിങ്ങൾ പോയി പഠിക്കുകയും. ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നത് ഹോശേയ പ്രവചനമാണ്. അതിന്റെ അർത്ഥം എന്തെന്ന് പഠിക്കുവിൻ. അപ്പൊ പഴയ നിയമത്തിലെ വക്താക്കളായ ഫരിസേയരും നിയമജ്ഞരും അവര് നിയമം കർക്കശമായി നടപ്പാക്കണം എന്നതാണ്. നിയമം അനുസരിച്ച് നടപ്പാക്കണം. തെറ്റ് ചെയ്യുന്നവനെ ഉടനെ കണ്ടുപിടിച്ച് ശിക്ഷിക്കണം. അവൻ സാബത്ത് ലംഘിച്ചിരിക്കുന്നു, പിടിക്കവനെ. നീ കണ്ടില്ലേ? രണ്ടുപേര് സാക്ഷിയായി അവനെ പിടിച്ചുകൊണ്ടുവന്നു. സാബത്ത് ലംഘിച്ചതിന്റെ പേരിൽ എന്ത് ഭയങ്കര ശിക്ഷയാണെന്നറിയാമോ? കല്ലെറിഞ്ഞ് കൊല്ലണം. അപ്പോൾ ഫരിസേയരും നിയമജ്ഞരും കരുണ കാണിക്കാൻ പറ്റിയിരുന്നോ? അവർക്ക് പറ്റിയിരുന്നോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ അവർ ക്രിസ്തുവിനെ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ജീവിതമല്ല, കൽപ്പനകളും ചട്ടങ്ങളും കേന്ദ്രീകൃതമായ ഒരു ജീവിതമായിരുന്നു. കൽപ്പനകളും ചട്ടങ്ങളും. കൽപ്പന കർത്താവ് തന്നെ തന്നിട്ടുള്ളതാണ്. മോശ കൽപ്പനയും കൊണ്ട് താഴോട്ട് ഇറങ്ങി വന്നപ്പോഴേ തന്നെ കൽപ്പന പൊട്ടിയോ ഇല്ലയോ? മോശയുടെ ആൾക്കാർക്കും കൽപ്പന പാലിക്കാൻ പറ്റിയില്ല. അത് കണ്ട മോശയ്ക്ക് ദേഷ്യം സഹിക്കാൻ പറ്റാതെ കർത്താവ് എഴുതി കൊടുത്ത കൽപ്പനകൾ ഉടച്ചു. അപ്പൊ മോശയ്ക്ക് കൽപ്പന പാലിക്കാൻ പറ്റിയോ? എന്നിട്ടാണ് ഇനി നമ്മൾ പാലിക്കാൻ പോണേ. നമുക്ക് കൽപ്പന പാലിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾക്ക് കൽപ്പന പാലിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ അത് കരുണാനിധിയായ യേശുക്രിസ്തു വന്നതുകൊണ്ടാണ്. ആ മോശ കുറച്ചു കഴിഞ്ഞപ്പോൾ കരയാൻ തുടങ്ങി. മോശ വീണ്ടും പോയി കർത്താവിനോട്, കർത്താവേ, ഇത് നിന്റെ ജനമാണ്, നീ ഇവരെ ശിക്ഷിക്കരുത്, ഇവർ തെറ്റ് ചെയ്തു പോയി, നീ ഇവരോട്
എന്ത് ചെയ്യണമെന്ന് പറഞ്ഞേ? കരുണയായിരിക്കണം. മോശയുടെ ആ പ്രാർത്ഥന നമുക്കെല്ലാം അറിയാം. മോശ പ്രാർത്ഥിച്ച എന്താണെന്നറിയോ? എന്റെ പേര് നിന്റെ ജീവന്റെ ബുക്കിൽ നിന്ന് നീ മുറിച്ചു കളയും, എങ്കിലും ഈ ജനത്തോട് നീ എന്റെ പേര്, അതായത് ഞാൻ ഇവർ ചെയ്ത തെറ്റിനെല്ലാം ഞാൻ പരിഹാരം ചെയ്തോളാം, പക്ഷെ ഇവരെ ശിക്ഷിക്കരുത്. അപ്പോ പഴയ നിയമത്തിലും കരുണയാണ് നമ്മൾ കാണുന്നത്. പക്ഷെ ആ കരുണ പഴയ നിയമത്തിൽ നടപ്പാക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു. എന്തുകൊണ്ടാ? കരുണ നടപ്പാക്കാൻ പറ്റുന്നത് കരുണാനിധിയായ ദൈവം മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തു തന്റെ ജീവൻ ബലിയായി അർപ്പിച്ച് ആ ആത്മദാനത്തിന്റെ ഫലമായിട്ട് ആ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്ന് കരുണ ഒഴുകിക്കഴിഞ്ഞപ്പോഴേ കരുണ കാണിക്കാൻ പറ്റുള്ളൂ. അതാണ് നമ്മൾ ഓരോരുത്തരും. എന്നാൽ നമ്മൾ ഈ കർത്താവിന്റെ കണ്ണിലൂടെ ആ പഴയ നിയമത്തിലും കരുണ കാണാൻ സാധിക്കും. അതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ പോയി പഠിക്കുവിൻ. ഹോശേയ പ്രവാചകൻ പഴയ നിയമത്തിലാണല്ലോ. ആ ഹോശേയ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ 6-ാമത്തെ വചനം കോട്ട് ചെയ്തുകൊണ്ടാ പറയുന്നത്, ബലിയല്ല ഞാൻ ആഗ്രഹിക്കുന്നത്, കരുണയാണ്. നമ്മൾ ഒരുപാട് അനുഷ്ഠാനങ്ങളാണ് നമ്മളുടെ. ഏതുപോലെ ആരെപ്പോലെ? എന്നോട് ക്ഷമിക്കണം, ഞാൻ പറയാൻ പോണത് ഇച്ചിരി കഠിനമായ കാര്യമാണ്. ആരെപ്പോലെ? ഫരിസേയരെ പോലെ. മറ്റു വിധത്തിൽ പറഞ്ഞാൽ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അനുഭവം ഇതാണ്. ഈ കരുണാ കടലായ കർത്താവ് ഈശോ മിശിഹായെ ഞാൻ എല്ലാ ദിവസവും സ്വീകരിക്കുന്നു. ആ കരുണ കട്ട എൻ്റെ ഉള്ളിൽ ലയിക്കുന്നു. എന്നിട്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യയോടോ മക്കളോടോ അവരെന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഉടനെ പറയും, എൻ്റെ സകല കരുണയും പോയി. നിങ്ങളെങ്ങനെയാ? നമ്മൾ കുർബാനയൊക്കെ ഭയങ്കര ആഘോഷമായിട്ട് അർപ്പിച്ചു. കർത്താവേ കരുണയായിരിക്കണേ. അവിടുത്തെ കരുണ, എന്തോരം കരുണയെക്കുറിച്ച് നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോയുടെ കൃപാവരം നാം എല്ലാവരിലും സമ്പൂർണ്ണമാകട്ടെ. അതെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ ഒരു അമ്മച്ചിയുടെ കാര്യമാണ് ഈ പറയണത് കേട്ടോ. അമ്മച്ചിമാർ, നിങ്ങൾ ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. അപ്പൊ അമ്മച്ചി നോക്കിയപ്പോൾ എന്താ, അപ്പച്ചനും മക്കളൊന്നും പള്ളിയിൽ വന്നിട്ടില്ല, അമ്മച്ചി മാത്രമേ പള്ളിയിൽ പോകണുള്ളൂ. അവരപ്പോഴേക്കും കട്ടൻ കാപ്പിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ആ ഗ്ലാസ് ആ വിസിറ്റിംഗ് മുറിയിലുള്ള ടേബിളിൽ തന്നെ ഇരിക്കാമെന്ന് വിചാരിച്ചോ. അമ്മച്ചി വന്ന വഴി എന്നെ കാണുന്നത് ആ ടേബിളിന്റെ പുറത്ത് ഈ കാപ്പി കുടിച്ച പാത്രങ്ങളും അതിന്റെ കുറച്ച് കാപ്പിയൊക്കെ ഇങ്ങനെ കിടക്കാൻ. പള്ളിയിൽ നിന്ന് ഭയങ്കര കരുണ നിറഞ്ഞു വന്ന അമ്മച്ചി ഉടനെ എന്താ പറയണെന്നുള്ളത് ഇവിടെ പറയാൻ കൊള്ളൂല, ഇല്ലേ? ഇവിടെ പറയാൻ കൊള്ളൂല. അമ്മച്ചി പറയാണ്, നിങ്ങൾ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കൊണ്ടുപോയി അടുക്കളയിൽ കൊണ്ടുപോയി കഴുകി വെക്കണം. ഇവിടെ തന്നെ ഇത് കണ്ടോ, ഞാൻ എത്ര തുടച്ച് ഭംഗിയാക്കിയിട്ടിരുന്ന സ്ഥലമായിരുന്നു, ഇതുപോലെ ആക്കണമെന്ന്. അപ്പൊ കൊച്ചുമോൻ പറയാണ്, അമ്മാമ്മ പള്ളിയിൽ പോയി വന്നിട്ട് ഇങ്ങനെയാണോ ദേഷ്യപ്പെടണേ? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പള്ളിയിലൊന്നും പോകാത്ത ആൾക്കാരാണ് മെച്ചം. അതും കൂടി കേട്ടപ്പോൾ അമ്മാമ്മയ്ക്ക് കൂടുതൽ ചോദിച്ചു. ഇത്രേ ഉള്ളൂ നമ്മുടെ കരുണ. ഇപ്പോൾ കന്യാസ്ത്രീമാരുടെ കാര്യവും ഇതിൽ നിന്ന് വലിയ വ്യത്യാസമൊന്നുമില്ല. സുപ്പീരിയർ ആയാലും എന്നോട് ക്ഷമിക്കണം, നോവീസ് മിസ്ട്രസ്മാർക്കാണ് ഏറ്റവും ബുദ്ധിമുട്ട്.
ഒരു നോവീസ് മിസ്ട്രസിന്റെ കൂടെ ഒരു തള്ളക്കോഴിയെ പോലെയാണ് നോവീസ് മിസ്ട്രസ് എങ്കിൽ കോഴിക്കുഞ്ഞുങ്ങളെ പോലെ നോവീസുമാരുണ്ടാവും. നോവീസ് മിസ്ട്രസിന്റെ ഉള്ളിലുള്ള ഒരു സിദ്ധാന്തം, ഇവരെ ചട്ടപ്പടി വളർത്തണം, ഇവർ നിയമം കൃത്യമായിട്ട് പാലിക്കണം. എന്തൊക്കെ നിയമങ്ങളാ? 10 കൽപ്പനകളും തിരുസഭയുടെ നിയമങ്ങളും കോൺഗ്രിഗേഷന്റെ നിയമങ്ങളും ആ ഹൗസിലെ നിയമങ്ങളും. ഇത് പാലിച്ചില്ലെങ്കിൽ ഉടനെ നോവീസ് മിസ്ട്രസ് പറയും, മര്യാദക്കല്ലെങ്കിലേ പറഞ്ഞു കൂട്ടാം, വീട്ടിൽ പറഞ്ഞു കൊടുക്കും. ഇത് സിസ്റ്റർമാരുടെ വായന എപ്പോഴും വരണ സുഹൃദേവം പോലെയാണ്. പക്ഷെ ഈ കുഞ്ഞ് കാൻഡിഡേറ്റ് ഇത് വല്ലതും അറിയാമോ? അത് പേടിച്ച് വിറച്ചിട്ട് അയ്യോ അങ്ങനെ ചെയ്യല്ലേ അകത്ത് തോന്നുകയാണ്. ഈ സത്യദീപത്തിലെ ഒരു അഡ്വർടൈസ്മെന്റ് കണ്ടിട്ടാണ് മഠത്തിൽ വന്നത്. എന്താണ് അഡ്വർടൈസ്മെന്റ് എഴുതിയേക്കണത്? കർത്താവിന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ കുഞ്ഞനുജത്തിമാർക്ക് സ്വാഗതം. അവിടെ ചെന്നപ്പോ ഇത് മുന്തിരിത്തോപ്പൊന്നുമല്ല, അവിടെ ഒരു പട്ടാള നിയമമാണ്. ചട്ടങ്ങളും നിയമങ്ങളും ആദ്യം തന്നെ എഴുതി വെച്ചിരിക്കുകയാണ്. അനുസരണം ബലിയേക്കാൾ എന്താ ചെയ്യണേ? അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠം. ഇതൊക്കെ പഴയ നിയമമാണ്. പുതിയ നിയമത്തിൽ അതല്ല. ഇത് പിള്ളേർക്കറിയാമോ? പുതിയ നിയമത്തിൽ കരുണയാണ് നിയമം. ഇവിടെ ഈ ഒരു കാര്യം മാറ്റിയാൽ മഠത്തിൽ നിറച്ച ആൾക്കാർ വരും. ആൾക്കാരെന്ന് പറഞ്ഞാൽ കാൻഡിഡേറ്റ്സ് വരും. സെമിനാരിയിലും ഇതുപോലെ തന്നെ. ഞാൻ കഴിഞ്ഞ ആഴ്ച സിസ്റ്റർമാരെ ധ്യാനിപ്പിക്കുകയായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു 70 വയസ്സായ 2-3 സിസ്റ്റർമാരവിടെ ഇരിക്കുന്നുണ്ട്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ 70 വയസ്സായിപ്പോൾ ഒരു 20 വയസ്സിൽ നിങ്ങൾ മഠത്തിൽ വന്ന് കാണും. കഴിഞ്ഞ 50 വർഷവും നിങ്ങൾ എല്ലാ വർഷവും ധ്യാനം കൂടിയത് മുഴുവൻ എന്താ? ഈ കൽപ്പന അനുസരിക്കണം. അതിലെന്തെങ്കിലും തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് വിചിന്തനം ചെയ്ത് കുമ്പസാരിച്ചു. ഇപ്പൊ ഈ തോമസ് പോൾ വന്നിട്ട് പറയാണ്, കരുണയാണ് വലുത് കൽപ്പനയേക്കാൾ. തോമസ് പോൾ അല്ല പറയണേ, ആരാ പറയണേ? കർത്താവ്. അപ്പൊ എനിക്കുണ്ടായ അനുഭവം ഇതാണ്. ഞാൻ കഴിഞ്ഞ 25 വർഷമായിട്ട് സുവിശേഷം പ്രഘോഷിക്കുന്നുവെങ്കിലും ഈ കഴിഞ്ഞ 5 വർഷമായിട്ടാണ് എനിക്ക് ഈ കരുണയെക്കുറിച്ച് ശരിക്കും മനസ്സിലായത്. കരുണ എന്നത് ദൈവത്തിൻ്റെ നീതിയാണ്. ദൈവത്തിൻ്റെ നീതി എന്നത് പാപിയുടെ, ഇപ്പൊ ഇവിടെ എവിടെയാ കരുണയുടെ വർഷത്തിന്റെ എംബ്ലം? കരുണയുടെ വർഷത്തിന്റെ എംബ്ലം നോക്കി. നല്ല ഇടയനായ യേശു പോലീസുകാരനെ പോലെ അവിടെ ഓടി നടന്ന് അവരുടെ കുറ്റം കണ്ടുപിടുത്തവരെ ശിക്ഷിക്കുകയാണോ ചെയ്തത്? ഒരു ഫരിസേയനെ പോലെ അവിടെ പാവം ചെയ്യണോ? നോക്ക് അവിടെ. അപ്പൊ എനിക്കുണ്ടായ അനുഭവം ഞാൻ മനസ്സിലാക്കി, ഞാനൊരു ക്രിസ്ത്യാനി ആണെങ്കിലും ഞാനിപ്പോഴും ഒരു ഫരിസേയനാണ്. ഞാനിപ്പോഴും ഒരു ഫരിസേയനാണ്. ഞാൻ എൻ്റെ കാര്യമുണ്ട് പറഞ്ഞത്. കഴിഞ്ഞ 20-ലധികം വർഷം ധ്യാനിപ്പിച്ചത് മുഴുവനും വാസ്തവത്തിൽ ഒരു ഫരിസേയ മനോഭാവം വെച്ചുകൊണ്ടാണ്. നീ അത് തെറ്റാണ് ചെയ്യണേ, നീ തെറ്റാണ് ചെയ്യണേ, നീ തെറ്റാണ് ചെയ്യണേ, നിനക്ക് അതിന് ശിക്ഷ കിട്ടും, ഇതിന് ശിക്ഷ കിട്ടും. ഇത് കരുണയല്ല. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കരുണ ദിവ്യകാരുണ്യത്തെ നമ്മൾ സ്വീകരിച്ചുകൊണ്ട് വീട്ടിൽ വന്നിട്ടും നമുക്ക് കരുണ കാണിക്കാൻ പറ്റാത്തതിൻ്റെ ഇപ്പൊ എളുപ്പ വിദ്യ എന്താ ഞാൻ പറയണേ? നിങ്ങൾക്ക് വേണോ കരുണ കാണിക്കാൻ പറ്റണോ? ആ ഉറങ്ങുന്നവരൊന്ന് കൈപൊക്കിയേ. എല്ലാവരും ഒന്ന് കൈപൊക്കിയേ, ഒന്ന് കൈ അടിച്ചേ.
ഞാൻ സാധാരണ പറയാറുള്ളൊരു തമാശയാണ്. എന്തുകൊണ്ടാണ് ഈ സ്ത്രീകൾ കൂടുതൽ ധ്യാന കേന്ദ്രത്തിൽ വരുന്നത്? എന്താണെന്നറിയാമോ? എന്താണെന്നറിയാമോ? ഒരു 5 ദിവസം ആ ചട്ടിയും കലത്തിനെ വിട്ട്, ആ അടുക്കളയും ചട്ടിയും കലവും എല്ലാം വിട്ട് സമാധാനമായിട്ടൊന്ന് ധ്യാനകേന്ദ്രത്തിൽ ചെന്ന തുച്ഛമായ കാശ് കൊടുത്താൽ മതി, 3 നേരം സുഖമായിട്ട് ഭക്ഷണം കിട്ടും. ഒരു 3-4 ദിവസം ആ അടുക്കള രാവിലെ എണീറ്റ ഈ ചട്ടിയും കലവും ആ കോഞ്ഞാട്ടയും ആ കരിയും ആ ചിരട്ടയും അത് കുറെ ഉണ്ടാക്കി, അത് കഴിഞ്ഞ് അതിൻ്റെ പാത്രം കഴിയുമ്പോഴേക്കും അടുത്ത ഉണ്ടാക്കണം, അത് കൊടുത്തു പാത്രം കഴിയുമ്പോഴേക്കും അടുത്തത്. ഇങ്ങനെയുള്ള ജീവിതത്തിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് നിങ്ങളിങ്ങനെ വരണം. എന്നിട്ട് സുഖമായിട്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങണം. കാരണം വീട്ടിലിരുന്ന് ഉറങ്ങാൻ ഒരു സൗകര്യമില്ല. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഈ മധുരമായ വചനം ഉറങ്ങുമ്പോഴും അകത്ത് കയറുമെന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ട് നിങ്ങളങ്ങ് ഉറങ്ങിക്കോ. ഈ വചനം ഞാൻ പറയണത് ഉറങ്ങുമ്പോഴും കയറുന്ന വചനമാണ്. എന്തായാലും നമ്മുടെ അമ്മച്ചിമാര്, വീട്ടമ്മമാര് ഒരു 3-4 മാസം കൂടുമ്പോ ധ്യാനം കൂടാൻ പോണം. എന്തിനാ? ഈ ചട്ടിയും കലവും വിട്ട് ഒരു 5 ദിവസം ഇവിടെ വരണം. അപ്പൊ കന്യാസ്ത്രീമാർ അങ്ങനെ ഒന്നും അല്ലായിരിക്കും. അവർക്ക് എന്നാലും ഒരു ചേഞ്ച്, വീട്ടിൽ നിന്ന് ആ സാഹചര്യത്തിൽ നിന്ന് മാറി ഒരു ധ്യാന കേന്ദ്രത്തിൽ വന്ന് വേറൊരു തരത്തിലിരിക്കാൻ കുറച്ച് സമയം. എനിവേ, അതുകൊണ്ട് ഉറക്കം വരും. അടുത്തിരിക്കുന്ന ആള് ഒന്ന് സഹായിക്കാൻ പറ്റുമെന്ന് നോക്ക്, ഒന്ന് കുലിക്കാൻ തട്ടയൊക്കെ ചെയ്തിട്ട്. ഓൾറൈറ്റ്. പറയാൻ പോകുന്ന കാര്യം വളരെ പ്രത്യേക ഒരു കാര്യമാണ്, എൻ്റെ കാര്യമാണ്. ഒരുപക്ഷെ നിങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാക്കാൻ സാധിക്കണം. കരുണ നമ്മളിൽ ഉണ്ട്. എന്തുകൊണ്ടുണ്ട്? മാമോദീസായിലൂടെയും സ്ഥൈര്യലേപനത്തിലൂടെയും കൂദാശകളിലൂടെയും ഈ കരുണ നമ്മളിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ നമുക്ക് കരുണ കാണിക്കാൻ പറ്റുന്നില്ല. നമ്മൾ കാണിക്കാൻ പറ്റുന്നില്ലാത്തതിൻ്റെ കാരണം നമ്മളിലുള്ള പാപമല്ല, നമ്മളിലുള്ള പാപം. ഇപ്പൊ ഫൊസ്റ്റീന, പിന്നെ ആരോടെ ഇരിക്കണേ, പോപ്പ് ഫ്രാൻസിസ്, പോപ്പ് ജോൺ പോൾ, ഇവരെല്ലാം പറയണ എന്താ? നിങ്ങളുടെ പാപം ഏറ്റെടുക്കാനാണ് കർത്താവ് വന്നത്. നമ്മുടെ പാപത്തെ കുറിച്ച് കർത്താവ് ഈശോമിശിഹായ്ക്ക് വലിയ പ്രയാസമൊന്നുമില്ല. അയ്യോ, ഇതൊക്കെ പറഞ്ഞ ആളുകൾ പാപം ചെയ്യാൻ ലൈസൻസ് കൊടുക്കണമായി തോന്നുന്നു. അതുകൊണ്ടാണ് പല ധ്യാന ഗുരുക്കന്മാരും പറയാത്തത്. എല്ലാവരും എങ്ങനെയെങ്കിലും പേടിപ്പിച്ചൊന്ന് കുമ്പസാരിപ്പിച്ചിട്ട് കാര്യം നടത്തുന്നു. നീ ഇങ്ങനെയൊക്കെ പാപം ചെയ്യുകയാണെങ്കിൽ നരകത്തിൽ പോകട്ടോ. അപ്പൊ പിന്നെ കർത്താവ് ഈശോമിശിഹ വന്ന എന്തിനാ? പാപികളെ നരകത്തിൽ കൊണ്ടുപോകാനാണോ? പാപി നരകത്തിൽ പോകോ? പാപി നരകത്തിൽ പോകോ? പറയും. പാപി നരകത്തിൽ പോകോ? എന്തിനാണ് കർത്താവ് ഈശോമിശിഹ വന്നത്? അതാണ് മത്തായിയുടെ വീട്ടിൽ പറഞ്ഞത്, ഞാൻ വന്നിരിക്കുന്നത് നീതിമാന്മാരെ തേടിയല്ല, പാപികളെ തേടിയാണ്. ഫൊസ്റ്റീനയുടെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും വലിയ പാപിക്ക് ഏറ്റവും കൂടുതൽ കരുണ കിട്ടാൻ അർഹതയുണ്ട്. ഏറ്റവും വലിയ പാപിയുടെ പാപം യേശുക്രിസ്തു ഏറ്റെടുത്ത് കഴിഞ്ഞോ? 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 ഇനി വീണ്ടും യേശുക്രിസ്തു കുരിശിൽ കയറണോ? വിശ്വസിച്ചോ? എങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് എനിക്ക് കരുണ അനുഭവിക്കാൻ പറ്റാത്തത്? ശ്രദ്ധിച്ച് കേൾക്കണേ, ഒന്ന് കൈവീശിയേ, ശ്രദ്ധിച്ച് കേൾക്കണേ. ഈ നമ്മുടെ ഉള്ളിൽ, നമ്മൾ ഈ സുവിശേഷത്തിൽ ഈ ഫരിസേയരും നിയമജ്ഞരും യേശുവിനോട് തർക്കിക്കുകയും നമുക്കപ്പോൾ അവരോട് ഭയങ്കര ഒരു വിഷമാണ്. ഇവരെന്തിന് ഇതേമാതിരി യേശുവിനോട് തർക്കിക്കണേ? പക്ഷേ എനിക്ക് ഈ 2-3 വർഷം മുമ്പ് മനസ്സിലായത്, ഈ ഫരിസേയൻ എൻ്റെ ഉള്ളിൽ തന്നെയാണ്. ഈ ഫരിസേയൻ എവിടെയാണ്? എൻ്റെ ഉള്ളിൽ തന്നെയാണ്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഉള്ളിൽ പാപത്തെ ആണ് നിങ്ങൾ അധികം കുമ്പസാരിക്കാൻ പറയുന്നത്. എന്നാൽ ആ പാപത്തേക്കാൾ ഉപരി നിങ്ങളിൽ കരുണ ഒഴുകാത്ത അവസ്ഥ ഉണ്ടാക്കുന്നത് ആരാണ്?
ഫരിസേയനാണ്. നമ്മുടെ ഉള്ളിൽ ഒരു ഫരിസേയനുണ്ട്. നമ്മുടെ ഉള്ളിലുള്ള ആ ഫരിസേയ സ്വഭാവത്തെയാണ് ഈശോ പറയുന്നത് പഴയ തോൽക്കുടം, പുതിയ വീഞ്ഞ് പുതിയ തോൽക്കുടത്തിലാണ് ഒഴിക്കേണ്ടത്. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് ഒന്ന് ചിന്തിച്ചേ, ഒന്ന് ആത്മശോധന ചെയ്തേ. എന്താണ് ആ ഫരിസേയ സ്വഭാവം? ഈശോ പറഞ്ഞു, നിങ്ങൾ ആരെയും വിധിക്കരുത്. നിങ്ങൾ മറ്റുള്ളവരെ വിധിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെയാണ് വിധിക്കുന്നത്. നിങ്ങൾ ആരുടെയും കുറ്റം അന്വേഷിച്ച് കണ്ടുപിടിക്കരുത്. അത് ഞാൻ നോക്കിക്കോളാം. നിങ്ങൾ കൽപ്പനകളെ മാത്രം മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ കരുണയെ വിട്ടു നിങ്ങളൊരു ഫരിസേയനെ ആവുന്നുള്ളൂ. എന്നാൽ കൽപ്പന പൂർത്തിയാക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുകയാണെങ്കിൽ എൻ്റെ കരുണാർദ്രമായ സ്നേഹം നിന്നിലേക്ക് ഒഴുകി നിന്റെ സകല പാപങ്ങൾ മാറും. പിന്നെ ഫരിസേയ സ്വഭാവത്തിൻ്റെ മറ്റൊരവസ്ഥ എന്താ? ഈ കരുണ മനസ്സിലാക്കാൻ പറ്റുമെന്ന് മാത്രമല്ല, കരുണ ഒഴുകില്ല. ഒഴുകില്ല. പരിശുദ്ധാത്മാവ് ഒഴുകില്ല. ഒരു നിമിഷം കണ്ണടച്ച് ഈശോയെ, എന്നിലുള്ള ഈ ഫരിസേയ സ്വഭാവത്തെ കൂടുതലായി എനിക്ക് പഠിപ്പിക്കണേ. മറ്റുള്ളവരുടെ കുറ്റം കണ്ടുപിടിക്കുന്നതും അവരെ ഉടനെ ശിക്ഷിക്കുന്നതും ആ കുറ്റം മറ്റുള്ളവരോട് പറഞ്ഞു പരത്തുന്നതും അവരെ പരസ്യമായി അവഹേളിക്കുന്നതും അതാണ് കരുണയെ തടസ്സപ്പെടുത്തുന്നത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് പ്രയാസമായിട്ടുണ്ടാവും. കുറച്ചു നേരം പ്രയാസപ്പെട്ട് അവിടെ ഇരിക്കും. ഞാനും ഇത് കേട്ടപ്പോൾ പ്രയാസപ്പെടുന്നത് മാത്രമല്ല, ഞാൻ ഓടി, ആദ്യമായിട്ട് കുമ്പസാരിക്കാൻ ഓടി ഞാൻ